ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. FC ബാഴ്സലോണ ഒരിക്കൽ കൂടി യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്നും പുറത്തായിട്ടുണ്ട്. ഇന്നലെ നടന്ന രണ്ടാം പാദ മത്സരത്തിൽ വിജയിച്ചുവെങ്കിലും അഗ്രിഗേറ്റിൽ FC ബാഴ്സലോണ പരാജയപ്പെടുകയും UCL നിന്നും പുറത്താകുകയും ചെയ്തു എന്നുള്ളതാണ്. അത്ലറ്റിക്കോയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് ഇന്നലെ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് FC ബാഴ്സലോണ വിജയിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ 2 ഗോളുകൾ നേടാൻ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിരുന്നു. യമാലും ഫെറാൻ ടോറസും ഗോൾ നേടി. പക്ഷെ പിന്നീട് ലുക്കുമാൻ ഒരു ഗോൾ മടക്കി. അതിനുശേഷം ഗോളുകൾ ഒന്നും പിറന്നില്ല. ഇതോടുകൂടിയാണ് അഗ്രിഗേറ്റിൽ 2-നെതിരെ 3 ഗോളുകൾക്ക് അത്ലറ്റിക്കോയോട് FC ബാഴ്സലോണ പരാജയപ്പെടുകയും ബാഴ്സ പുറത്താവുകയും ചെയ്തിട്ടുള്ളത്. അത്ലറ്റിക്കോ സെമിയിലേക്ക് യോഗ്യത കരസ്ഥമാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഈ മത്സരത്തിലും റഫറിയുടെ ഭാഗത്ത് നിന്ന് വിവാദപരമായ ഒട്ടേറെ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. ആദ്യ പാദത്തിൽ വലിയ വിവാദങ്ങൾ സംഭവിച്ചു. റഫറിയാണ് തങ്ങളെ തോൽപ്പിച്ചത് എന്നുള്ളത് പല ബാഴ്സലോണ താരങ്ങളും ആരോപിച്ചിരുന്നു. അത്തരത്തിലുള്ള ആരോപണം തന്നെയാണ് ഇപ്പോഴും ഉയർന്നു തുടങ്ങിയിട്ടുള്ളത്. റാഫീഞ്ഞയാണ് ഇത് റോബറിയാണ് എന്ന് പറഞ്ഞത്. അതായത് റഫറി തങ്ങളെ കൊള്ളയടിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു ആരോപണം. റാഫീഞ്ഞയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു റോബറി ആയിരുന്നു. റഫറിങ്ങിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ നന്നായി കളിച്ചിട്ടുണ്ട്. അത്ലറ്റിക്കോ എത്രയോ ഫൗളുകൾ ഈ മത്സരത്തിൽ ചെയ്തു. എന്നിട്ട് റഫറി ഒരൊറ്റ യെല്ലോ കാർഡ് പോലും കാണിച്ചില്ല. FC ബാഴ്സലോണയോടുള്ള ഇവരുടെ സ്റ്റാൻഡേർഡ് എന്താണ് എന്നുള്ളത് എനിക്ക് ഇനിയും ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. അതായത് റഫറിമാർക്ക് FC ബാഴ്സലോണയോട് മറ്റൊരു വേർതിരിവാണ്, മറ്റൊരു സ്റ്റാൻഡേർഡ് ആണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരിക്കൽ കൂടി ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാനാവാതെ ബാഴ്സ പുറത്തു പോവുകയാണ്. അവരുടെ UCL കിരീടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇപ്പോഴും നീളുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.